ഞാൻ ഈ വീഡിയോയിലായിരിക്കുന്നത്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കി വച്ചിരിക്കുന്നവ കണ്ണുകൾ കണ്ടിട്ടില്ല, കാതുകൾ കേട്ടിട്ടില്ല, മനുഷ്യഹൃദയം ആശ്രയിച്ചിട്ടില്ല എന്ന് പറയുന്നത് പോലെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ എത്രയോ മനോഹരമാണ്. കേരള സഭയിൽ അനുഗ്രഹിക്കപ്പെട്ട ധാരാളം ശുശ്രൂഷകരുണ്ട്. എന്നാൽ ഈ കാലഘട്ടത്തിൽ ദൈവവചനത്തിൻ്റെ ശക്തിയും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളും ദൈവകൃപയിൽ ആഴപ്പെട്ട് ജീവിക്കാൻ അനേകായിരങ്ങളെ വളരെ കുറച്ച് നാളുകൾ കൊണ്ട് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലുമുള്ള അനേകായിരങ്ങൾ പങ്കെടുക്കുന്ന രേമ ബൈബിൾ സ്റ്റഡി അതിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട ബെന്നി ബ്രദറിനോടുകൂടി ഞാനായിരിക്കുകയാണ്. ഞാനും ആ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. വലിയ അനുഗ്രഹമാണ്. അനേക ജീവിതങ്ങൾ വചനത്താലും യേശുവിൻ്റെ രക്തത്താലും പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനത്താലും എല്ലാം വെളിപ്പെടുന്ന അത്ഭുതകരമായ ശുശ്രൂഷ. ഓരോ ദിവസവും ആയിരക്കണക്കിന് വ്യക്തികളാണ് ഈ വചന ശുശ്രൂഷയിൽ 7-8 മാസങ്ങളിൽ പങ്കെടുക്കുന്നത്. നമുക്ക് ഈശോയ്ക്ക് ഒരുപാട് നന്ദി പറയാം. പരിശുദ്ധാത്മാവ് ഉയർത്തിയ കാലഘട്ടത്തിൻ്റെ ഈ ശുശ്രൂഷയോർത്ത് അതിന് നേതൃത്വം കൊടുക്കുന്ന ബെന്നി ബ്രദർ, അരിക്കാട്ടച്ചൻ എൻ്റെ ഒരു സ്പിരിച്വൽ ഫാദറായിരുന്നു. അരിക്കാട്ടച്ചൻ ഇതിൻ്റെ ആത്മീയ പിതാവാണ്. അതുപോലെ അനേക രാജ്യങ്ങളിലുള്ള അനേക ശുശ്രൂഷകർ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി മാറുന്നു. പ്രിയപ്പെട്ട ബെന്നി ബ്രദർ, 2 വചനങ്ങൾ പറയാമോ? അതായത് ഈ കാലഘട്ടത്തിൽ നെറ്റ്, മൊബൈല്, സോഷ്യൽ മീഡിയയുടെയൊക്കെ അതിപ്രസരണത്തിൽ ജനങ്ങളെല്ലാം ആത്മീയമായിട്ട് തളർന്നു പോയി. ഈ കാലഘട്ടത്തിൽ കർത്താവിനെ നമ്മൾ കാണിച്ചു കൊടുക്കണം. ലോകം മുഴുവൻ സൂക്ഷിച്ചത് കർത്താവ് യേശു ഇന്നും ജീവിക്കുന്നു. ദൈവത്തിൻ്റെ ശക്തി പ്രകടമാകുന്ന ശുശ്രൂഷകൾ നമ്മളുടെ ഓരോരുത്തരിലൂടെയും സംഭവിക്കണം. അപ്പോൾ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും, അതായത് യേശുവിനെ കാണിച്ചു കൊടുക്കാൻ പറ്റും നമുക്ക് ഓരോരുത്തർക്ക്. അതായത് ഈ ബൈബിൾ ക്ലാസ്സിലൂടെ എൻ്റെ ലക്ഷ്യമാണ് ലോകം മുഴുവൻ സുവിശേഷത്തിക്കുക. അതായത് 3 കോടി ആത്മാക്കളെ നേടുക, 1 ലക്ഷം എലീശയുടെ ഇരട്ടി അഭിഷേകമുള്ള ശുശ്രൂഷകരെ വാർത്തെടുക്കുക. അതായത് യേശു ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. കർത്താവിനെ കാണിച്ചു കൊടുക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം ഈ ബൈബിൾ ക്ലാസ്സിലൂടെയൊക്കെ. എൻ്റെ വിഷയം അങ്ങനെയാണ്. വർഷങ്ങളായി എൻ്റെ ഉള്ളിലുള്ള സംഭവമായിരുന്നു അത്. അതായത് എങ്ങനെ ആത്മീയമായിട്ട് വളരാം എന്നുള്ളത് നമ്മൾ ഈ ബൈബിൾ ക്ലാസ്സിലൂടെ മനസ്സിലാക്കി കൊടുക്കുന്നത്. അതുപോലെ നമ്മുടെ ധ്യാനത്തിലൂടെയൊക്കെ നമ്മൾ കാണിച്ചു കൊടുക്കുന്നത്. പലർക്കും ആത്മീയമായിട്ട് വളർന്ന ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റുന്നില്ല. പക്ഷെ എൻ്റെ ജീവിതാനുഭവത്തിലൂടെ സാധിക്കും. വർഷങ്ങൾ ഞാൻ ഇന്ന് വലിയ വില കൊടുത്തു സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ നമ്മുടെ ധ്യാനത്തിൻ്റെ മെയിൻ കീ വചനം മാർക്കോസ് 12:24, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തതാണ് നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തതാണ് നമുക്ക് തെറ്റുപറ്റുന്നത്. അപ്പോൾ വചനം അറിയാത്തതാണ് നമ്മുടെ പ്രശ്നങ്ങൾക്ക്, പരാജയങ്ങൾക്ക് കാരണം. അത് ഈ ബൈബിൾ ക്ലാസ്സിലൂടെ ആ വചനം അറിയാത്തതിൻ്റെ കുറവ് നിർത്തി കൊടുക്കുന്നു. വചനം നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ ആത്മാവ് ശക്തിപ്പെടുത്തുന്നു. അപ്പോൾ ആസക്തിയും ബലഹീനതയിലൊക്കെ അതിനെ ഓവർകം ചെയ്യാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ധ്യാനത്തിൻ്റെ ലക്ഷ്യം, ഈ ബൈബിൾ ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് വേണ്ടി ഒരു ധ്യാനമുണ്ട്. ആ ധ്യാനത്തിന് ഈ വചനത തന്നെയാണ് 12:24. അതിൽ വചനം അറിയാത്തതുകൊണ്ടും ശക്തി അറിയാത്തതാണ്. അതിൽ മെയിനായിട്ട് ഇത് കാണിക്കുന്നത് ശക്തി അറിയാത്തതാണ് നമ്മുടെ പ്രശ്നങ്ങൾക്ക് കാരണം. ശക്തി, ഒരു ശുശ്രൂഷകനാണെങ്കിൽ ശക്തി വേണം. ആ ധ്യാനത്തിലൂടെ നമ്മൾ ശക്തിയിൽ എങ്ങനെ ശക്തിയിൽ നിറഞ്ഞ് ശുശ്രൂഷ ചെയ്യാം എന്ന് ആ ധ്യാനത്തിലൂടെ നമ്മൾ കാണിച്ചു കൊടുക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഈ ശുശ്രൂഷയോർത്ത് നമുക്ക് നന്ദി പറയാം. ലോകമെമ്പാടും അനേകര് ആത്മാവിൽ ഉണരാൻ, വചനശക്തി സ്വീകരിക്കാൻ, ദൈവശക്തി സ്വീകരിക്കാൻ ഇടയാകട്ടെ. ഒരു വചനം കൂടെ ഇത് കേൾക്കുന്നവർക്ക് വേണ്ടി പറയാമോ? അതായത് പുറപ്പാട് 9:16, എൻ്റെ ശക്തി നിനക്ക് കാണിച്ചു തരാനും എൻ്റെ വചനം ലോകം മുഴുവൻ പ്രഘോഷിക്കാനുമാണ് നിന്നെ ജീവിക്കാൻ അനുവദിച്ചത്. അത് കർത്താവ് പറഞ്ഞത്. അതായത് ഫറവോയോടാണ് കർത്താവ് പറഞ്ഞത്. ഫറവോ അന്യദേവനെ ആരാധിക്കുന്നവനും അതേമാതിരി ദൈവത്തിൽ വിശ്വാസമില്ലാതെ ആ വ്യക്തിയോട് വരെ ദൈവം പറയണേ, എൻ്റെ ശക്തി നിനക്ക് കാണിച്ചത്, എൻ്റെ വചനം നാമം ലോകം മുഴുവൻ പ്രഘോഷിക്കാനാണ് നിന്നെ ജീവിക്കാൻ അനുവദിച്ചതെന്ന്. ആ ഫറവോയ്ക്ക് വരെ ദൈവം പറയുന്നു വചനം കൊടുക്കാൻ. അപ്പോൾ നമ്മൾക്ക് ഓരോ വ്യക്തികൾക്കും വചനം കൊടുക്കാനുള്ള വിലയില്ല. എൻ്റെ ശക്തി നിനക്ക് കാണിച്ചു തരാനും എൻ്റെ വചനം ലോകം മുഴുവൻ പ്രഘോഷിക്കാൻ വേണ്ടിയാണ് നിന്നെ ജീവിക്കാൻ അനുവദിച്ചത്. ഓരോ ക്രിസ്ത്യാനി അല്ലെങ്കിൽ ഓരോ വ്യക്തികളും വചനം കൊടുക്കാൻ വിളിക്കപ്പെട്ടവരാണ്.